ആശ്രയിക്കുന്നവരെ ഒരിക്കലും കൈവിടാത്ത ദേവനാണ് മഹാദേവൻ എന്ന് പറയുന്നത്. തന്റെ ഭക്തർക്ക് വാരിക്കോരി കൊടുക്കുന്ന, കൈ നിറയെ നൽകുന്ന ദേവനാണ് മഹാദേവൻ എന്ന് പറയുന്നത്. ഭഗവാൻ ഒരുപാട് പരീക്ഷിക്കും, തന്റെ ഭക്തരെ തിരിച്ചും മറിച്ചും തിരിച്ചും ഒക്കെ പരീക്ഷിക്കും. പക്ഷേ ഒരിക്കലും കൈവിടില്ല. പരീക്ഷണങ്ങൾക്കൊടുവിൽ എല്ലാ സൗഭാഗ്യങ്ങളും നൽകി തന്റെ ഭക്തനെ വാനോളം എടുത്തുയർത്തുന്നതായിരിക്കും. അത്ര വലിയ ശക്തിയാണ് മഹാദേവൻ എന്ന് പറയുന്നത്. ഒരു ചെറു കഥ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അധ്യായത്തിലേക്ക് കടക്കാം. ഒരിക്കൽ ഒരു ശിവഭക്തനായ യുവാവുണ്ടായിരുന്നു. ആ യുവാവിന്റെ പേര് കുബേരൻ എന്നായിരുന്നു. കൊടിയ ദാരിദ്ര്യം മൂലം, വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന, ദാരിദ്ര്യം മൂലം ഇനി അനുഭവിക്കാനൊന്നുമില്ലാത്ത അവസ്ഥയിലായി തീർന്ന ഒരു യുവാവായിരുന്നു ഈ കുബേരൻ എന്ന് പറയുന്നത്. അങ്ങനെ ദാരിദ്ര്യം മൂത്ത് എന്ത് ചെയ്യുമെന്ന് അറിയാൻ വയ്യാതെ ഈശ്വരനെ വിളിക്കാൻ മാത്രമേ ആവുന്നുള്ളൂ, വേറെ ഒരു വഴിയുമില്ല. അങ്ങനെ സമ്പത്തില്ല, ധനമില്ല, പണമില്ല, കടം മാത്രം, ദുരിതം മാത്രം എന്ന് കരുതി ജീവിച്ചുകൊണ്ടിരുന്ന ഈ യുവാവ് ഒടുവിൽ ഒരു ശിവക്ഷേത്രത്തിൽ മോഷ്ടിക്കാൻ കയറാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ ശിവന്റെ ആലയത്തിലേക്ക് മോഷ്ടിക്കാനായി ഈ കുബേരൻ എന്ന് പറയുന്ന യുവാവ് വാതിലൊക്കെ കുത്തി തുറന്ന് അകത്ത് പ്രവേശിക്കുകയാണ്. അകത്ത് പ്രവേശിക്കുന്ന സമയത്ത് അദ്ദേഹം കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ സ്വർണവും പണവും ധനവും എല്ലാം ഇങ്ങനെ വർഷിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ശിവവിഗ്രഹമാണ് ആ വ്യക്തി കാണുന്നത് എന്ന് പറയുന്നത്. സാക്ഷാൽ മഹാദേവൻ, സർവശക്തൻ പൊന്നുതമ്പുരാൻ കുബേരനെ അനുഗ്രഹിച്ച് കുബേരനെ ഇന്ന് നമ്മൾ കാണുന്ന കുബേര ദേവനാക്കി, സമ്പത്തിന്റെയും പണത്തിന്റെയും അധിപനാക്കി തീർത്ത ആ ഒരു നിമിഷമായിരുന്നു അത് എന്ന് പറയുന്നത്. ഞാൻ എന്തിനാണ് ഈ കഥ പറയുന്നത് എന്ന് വെച്ചാൽ, കുബേരന്റെ ഭക്തി സത്യമുള്ളതായിരുന്നു. കുബേരനെ നിവൃത്തിയില്ലാഞ്ഞ് കുബേരൻ അവസാനം ഒറ്റ കൈക്ക് ആ മോഷ്ടിക്കാൻ കയറുകയാണ്. പക്ഷേ ശിവൻ ഒരിക്കലും എല്ലാത്തിന്റെ അവസാനം തന്റെ ഭക്തനെ കൈവിട്ടില്ല. തന്റെ ഭക്തനെ എടുത്തുയർത്തുകയാണ് ചെയ്തത്. എടുത്തുയർത്തുക എന്ന് പറഞ്ഞാൽ സമ്പത്തിന്റെ അധിപനാക്കി തീർക്കുകയാണ് ചെയ്തത്. എന്തിനാണ് ഇത് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, ഇന്ന് പറയാൻ പോകുന്നത് നമുക്ക് ശിവഭഗവാനെ ഉപാസിച്ചുകൊണ്ട് ഞാൻ ഈ പറയുന്ന രീതിയിൽ 1 രൂപ നാണയം പൂജിച്ച് നിങ്ങളുടെ വീട്ടിൽ വെച്ച് നോക്കിക്കേ. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭഗവാന്റെ അനുഗ്രഹം ഇറങ്ങി വരും. നിങ്ങളുടെ ജീവിതത്തിലെ സകല കട ദുരിതങ്ങളും തീരും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്ന് നിറയുന്നതായിരിക്കും. ഒരുപാട് കടമുള്ളവർ, ഒരുപാട് പണയവകകൾ ഇരിക്കുന്നവർ, ജീവിതത്തിൽ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, കയ്യിൽ വരുന്ന പണം വെള്ളം പോലെ തീർന്നു പോകുന്നവർ, വരുമാന മാർഗം ഇല്ലാതെ വലയുന്നവർ, നിങ്ങളൊക്കെ തീർച്ചയായിട്ടും 1 രൂപ നാണയം ഞാൻ ഈ പറയുന്ന രീതിയിൽ സ്വയം പൂജിച്ച് വീട്ടിൽ വെച്ച് നോക്കുക. നിങ്ങളുടെ കടവും ദുരിതവും ദാരിദ്ര്യവും ഒക്കെ തീരും. ശിവഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും. നിങ്ങളെയും കുബേരനാക്കി തീർക്കുന്നതായിരിക്കും. വളരെ ശക്തിയുള്ള, വളരെ സത്യമുള്ള ഒരു കാര്യമാണ് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ഇത് ചെയ്യാനായിട്ട് വേണ്ടത് എന്ന് പറയുന്നത് കുറച്ച് ഭസ്മവും 1 രൂപ നാണയവും മാത്രമാണ്. ഇത് മാത്രമാണ് നിങ്ങൾക്ക് ഈ കർമ്മം ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് വേണ്ടത് എന്ന് പറയുന്നത്. നല്ല 1 രൂപ നാണയം നോക്കി ഒരു നാണയം എടുക്കുക. കൂടാതെ കുറച്ച് ഭസ്മം, അത് ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്നേയാകാം, അതല്ല നിങ്ങളുടെ വീട്ടിലുള്ളതാകാം. രണ്ടിലേതെങ്കിലും നിങ്ങൾ വാങ്ങിയതോ ക്ഷേത്രത്തിൽ കൊണ്ടുവന്നതായിട്ടുള്ള ഒരു താലത്തിൽ കുറച്ച് ഭസ്മം എടുക്കുക. ഈ 2 കാര്യം മാത്രം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇത് ചെയ്യാൻ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് പ്രദോഷ ദിവസങ്ങളിൽ, പ്രദോഷ മാസത്തിൽ 2 പ്രാവശ്യം വരും. ആ പ്രദോഷ ദിവസം എന്നാണെന്ന് നോക്കി പ്രദോഷ ദിവസങ്ങളിൽ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച ദിവസങ്ങളിൽ ചെയ്യുന്നതും ഏറ്റവും നല്ലതാണ്. അപ്പൊ പ്രദോഷ ദിവസം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്, അതല്ല എന്നുണ്ടെങ്കിൽ വരുന്ന തിങ്കളാഴ്ച ചെയ്താലും ഏറ്റവും നല്ലത്. അപ്പൊ തിങ്കളാഴ്ച ദിവസങ്ങളിലോ ഏതെങ്കിലും ഒരു പ്രദോഷ ദിവസമോ വേണം ഈ കർമ്മം ചെയ്യാനെന്ന് പറയുന്നത്. നമ്മൾ വേറെ ഒരു മന്ത്രവും തന്ത്രവും കുതന്ത്രവും ഒന്നുമില്ല, സാക്ഷാൽ ശിവഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നമ്മുടെ വീട്ടിൽ ഒരു ശിവചിത്രം ഉണ്ടെങ്കിൽ ആ ശിവചിത്രത്തിന് മുന്നിൽ സന്ധ്യയ്ക്ക് വിളക്ക് വെക്കുന്നതിനോടൊപ്പം തന്നെ ശിവചിത്രത്തിന് മുന്നിൽ ഒരു നെയ്വിളക്ക് തെളിയിച്ചുകൊണ്ട് വേണം ഈ കർമ്മം ചെയ്യാനെന്ന് പറയുന്നത്. ഇനി വീട്ടിലോ പൂജാമുറിയിലോ ശിവചിത്രം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിലവിളക്കിന്റെ മുമ്പിൽ ഇരുന്നും ഇത് ചെയ്യാം. എന്റെ ഒരു എളിയ അപേക്ഷ എല്ലാ പ്രേക്ഷകരോടും, ഒരു വീടായി കഴിഞ്ഞാൽ ആ വീട്ടിൽ നിർബന്ധമായിട്ട് ഒന്നുകിൽ ഒരു ശിവചിത്രം വെക്കുക, അല്ലെങ്കിൽ ഒരു ശിവ കുടുംബ ചിത്രം വാങ്ങി വെക്കുക. ഒരു പൂജാമുറി അതിന്റെ പൂർണ്ണതയിൽ എത്തണമെന്നുണ്ടെങ്കിൽ അത്തരത്തിലൊരു ചിത്രം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ആ ചിത്രത്തിന്റെ മുന്നിൽ ഒരു നെയ്വിളക്ക് എന്ന് പറയുന്ന ഒരു ചിരാത് വെച്ച് ആ ചിരാതിൽ നെയ്യൊഴിച്ച് തിരിയിട്ട് കത്തിക്കുന്നതാണ് ചിരാത് വിളക്ക്. അങ്ങനെ ഒരു ചിരാത് വിളക്ക് വെച്ചുകൊണ്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഇനി ശിവചിത്രം ഇല്ലാത്തവർ വിഷമിക്കേണ്ട, സാക്ഷാൽ നിലവിളക്കിനെ ശിവഭഗവാനായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ആ നിലവിളക്കിന് മുന്നിൽ ഒരു ചിരാത് വെച്ച് നെയ്യൊഴിച്ച് ആ ഒരു നെയ്ദീപം കത്തിച്ചുകൊണ്ടും നിങ്ങൾക്കത് ചെയ്യാം. സന്ധ്യയ്ക്ക് വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ 1 രൂപ നാണയവും ഭസ്മവും എടുത്തുകൊണ്ട് വന്ന് ആ നിലവിളക്കിന് അഭിമുഖമായിട്ട് ഇരുന്നുകൊണ്ട്, ആ നെയ്വിളക്കിന് അഭിമുഖമായിട്ട് ഇരുന്നുകൊണ്ട് 108 തവണ ഓം നമഃശിവായ ചൊല്ലുക. ഓം നമഃശിവായ ചൊല്ലുന്ന സമയത്ത് ആ 1 രൂപ നാണയം, നിങ്ങൾ ചെയ്യാൻ പോകുന്ന 1 രൂപ നാണയം കയ്യിൽ കരുതുക. വിദേശ രാജ്യങ്ങളിലൊക്കെ ഇരുന്ന് ചെയ്യുന്നവരുണ്ട്, ഒരുപാട് പ്രേക്ഷകരുണ്ട്. നിങ്ങളാണെന്നുണ്ടെങ്കിൽ വിദേശ രാജ്യത്താണെന്നുണ്ടെങ്കിൽ വീട്ടിൽ വിളക്ക് കത്തിക്കുന്നിടത്ത് ഇരുന്നുകൊണ്ട് അവിടുത്തെ നാണയം വെച്ച് ചെയ്താലും മതി. 1 രൂപ അല്ലെങ്കിൽ 5 രൂപ ഇങ്ങനെയൊക്കെയുള്ള 1, 5 പോലുള്ള ഡിനോമിനേഷനുള്ള നാണയം ഉപയോഗിച്ച് വേണം ഈ കർമ്മം ചെയ്യാനെന്ന് പറയുന്നത്. 108 തവണ ആ കയ്യിൽ 1 രൂപ നാണയം വെച്ചുകൊണ്ട് ഓം നമഃശിവായ ചൊല്ലുക. ചൊല്ലിയതിനു ശേഷം ആ 1 രൂപ നാണയം എടുത്ത് അതിന്റെ ഓരോ വശങ്ങളിലും ഭസ്മം തൊട്ട് ഇങ്ങനെ തൊടുക. അതായത് ഭസ്മം എടുക്കുക, ആ നാണയത്തിന്റെ ഓരോ വശങ്ങളിലും തൊടുക എന്നുള്ളതാണ്. തൊടുക എന്ന് പറയുമ്പം ഈ മന്ത്രം ജപിച്ചുകൊണ്ട് വേണം തൊടാനായിട്ട്. ഓം നമോ ഭഗവതേ രുദ്രായേ, ഓം നമോ ഭഗവതേ രുദ്രായേ. എങ്ങനെയാണ്? ഓം നമോ ഭഗവതേ രുദ്രായേ എന്ന് ചൊല്ലിക്കൊണ്ട് വേണം ഓരോ പ്രാവശ്യവും ഭസ്മം തൊടാൻ. അതായത് ആദ്യത്തെ പ്രാവശ്യം ഓം നമോ ഭഗവതേ രുദ്രായേ എന്ന് ചൊല്ലിക്കൊണ്ട് ഭസ്മത്തിൽ തൊടുക, ഭസ്മം നാണയത്തിന്റെ ഒരു വശം തൊടുക. വീണ്ടും ഇതേ മന്ത്രം ഓം നമോ ഭഗവതേ രുദ്രായേ ചൊല്ലിക്കൊണ്ട് വീണ്ടും ഭസ്മം തൊടുക, നാണയത്തിന്റെ 2ാമത്തെ ഭാഗം. അങ്ങനെ 12 തവണ ഓം നമോ ഭഗവതേ രുദ്രായേ എന്ന് ചൊല്ലിക്കൊണ്ട് ആ ഭസ്മം നാണയത്തിന്റെ ഇരുപുറങ്ങളിലും തൊടുക. അതായത് ഇങ്ങനെ തൊടുന്ന സമയത്ത് നമുക്ക് ഒരു ഭാഗത്ത് 6 പ്രാവശ്യം, മറ്റൊരു ഭാഗത്ത് എന്ന രീതിയിൽ ഈ ഭസ്മം തൊടുകയായി. തൊട്ടതിന് ശേഷം ഈ നാണയം ആ നിലവിളക്കിനെയും നെയ്വിളക്കിനെയും ഒരു 3 പ്രാവശ്യം ഒഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ആ നിലവിളക്കിനെ
ഉഴിഞ്ഞിട്ട് നിങ്ങൾ അതൊരു വെള്ള പേപ്പറിലേക്കോ അല്ലെങ്കിൽ ഒരു തുണിയിലേക്കോ വെച്ച് പൊതിഞ്ഞതിന് ശേഷം ആ തൊട്ട ഭസ്മവും ആ നാണയവും കൂടെ ആ ഒരു പേപ്പറിലേക്ക് തുണിയിലേക്ക് വെച്ച് പൊതിഞ്ഞതിന് ശേഷം നിങ്ങളുടെ വീട്ടിലെ അലമാരയിൽ അല്ലെങ്കിൽ പണപ്പെട്ടിയിൽ അല്ലെങ്കിൽ പേഴ്സിൽ അല്ലെങ്കിൽ പണം സൂക്ഷിക്കുന്ന എവിടെയാണോ അവിടെ കൊണ്ടുപോയി വെക്കുക. ഇനി അങ്ങനെ സൂക്ഷിക്കാൻ ഒരു ഇടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ പൂജാമുറിയിൽ മറ്റു കുറച്ച് നാണയങ്ങൾക്കൊപ്പം ഈ ₹1 നാണയം പൊതിഞ്ഞു വെച്ചാലും മതി എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിൽ കൊണ്ടുപോയി വെക്കുക. പേഴ്സിൽ വെക്കുന്നത് നല്ലതാണ്, പേപ്പറിൽ പൊതിഞ്ഞ് പേഴ്സിൽ വെക്കുക, അല്ലെങ്കിൽ അലമാരയിൽ വെക്കുക, അല്ലെങ്കിൽ പണപ്പെട്ടിയിൽ വെക്കുക, ഏറ്റവും നല്ലതാണ്. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ വെച്ച് നോക്കൂ, വലിയ രീതിയിലുള്ള മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് കണ്ടു തുടങ്ങും. 108 തവണ ഓം നമഃ ശിവായ ജപിക്കുക, നാണയം കയ്യിൽ വെച്ചുകൊണ്ട് ശേഷം നാണയം എടുത്ത് ഓം നമോ ഭഗവതേ രുദ്രായ എന്ന് ചൊല്ലിക്കൊണ്ട് 6 തവണ ഭസ്മം 2 വശങ്ങളിലുമായിട്ട് തൊടുക. ശേഷം ആ നാണയം പൊതിഞ്ഞ് നിങ്ങളുടെ ധനസ്ഥാനത്ത് വെക്കുക. മാറ്റം ഉണ്ടായിരിക്കും, ജീവിതത്തിൽ ഉയർച്ച കണ്ടു തുടങ്ങുന്നതായിരിക്കും.